KMIC, 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 KMIC News, 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് നൂറുൽ ഉലമയും ഖമറുൽ ഉലമയും പുതിയ സാരഥികൾ. കുരുവട്ടൂർ ഹിക്മത്തുസ് സുന്ന സൗദി നാഷണൽ കമ്മിറ്റി രൂപവൽക്കരിച്ചു. പാകിസ്ഥാൻ നിയുക്ത പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മൻമോഹൻ സിംഗ് പങ്കെടുത്തേക്കില്ല. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കുള്ള സാധ്യത തള്ളിക്കളയുന്നില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മകൻ അസിസ്റ്റന്റ് സെക്രട്ടറി, നീതി തേടുന്നവരെ സഹായിക്കാൻ അബ്ദുൽ നാസർ മഅദനി അധ്യക്ഷനായി പുതിയ സംഘടന. കൊച്ചിയിലെ പ്രത്യേക സാമ്പത്തിക മേഖലയുടെ മറവിൽ 90 കോടിയുടെ സ്വർണ്ണക്കടത്ത് നടത്തിയ രാജേഷ് എക്സ്പോർട്ട് കമ്പനിക്കെതിരെ കേസെടുത്തു. 3 പേരെ പുറത്താക്കി VSന്റെ പോരാട്ടം അവസാനിപ്പിക്കാമെന്ന് കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് VSന്റെ വിശ്വസ്തർ. വാർത്തകൾ വിശദമായി. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നേതാവും നിയുക്ത പ്രധാനമന്ത്രിയുമായ നവാസ് ഷെരീഫിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പങ്കെടുത്തേക്കില്ല. ചടങ്ങിലേക്ക് മൻമോഹൻ സിംഗിനെ കഴിഞ്ഞ ദിവസം നവാസ് ഷെരീഫ് ക്ഷണിച്ചിരുന്നു. എന്നാൽ ഇന്ന് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുത്തേക്കില്ലെന്നാണ് റിപ്പോർട്ട്. പൊതുതെരഞ്ഞെടുപ്പിൽ 3ാമതും പ്രധാനമന്ത്രി പദത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നവാസ് ഷെരീഫിന് മൻമോഹൻ സിംഗ് അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു. ഇരു രാജ്യങ്ങൾക്കും സൌകര്യപ്രദമായ സമയത്ത് ഇന്ത്യ സന്ദർശിക്കുന്നതിനും മൻമോഹൻ സിംഗ് നവാസ് ഷെരീഫിനെ ക്ഷണിച്ചു. കാശ്മീർ അടക്കമുള്ള തർക്കവിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ഇന്ത്യയുമായുള്ള ചർച്ചകൾ പുനരാരംഭിക്കുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുമെന്നും നവാസ് ഷെരീഫ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 3 പേരെ പുറത്താക്കി VSന്റെ പോരാട്ടം അവസാനിപ്പിക്കാമെന്ന് കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് VSന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് A. സുരേഷ് പറഞ്ഞു. നിയമ പോരാട്ടങ്ങളിൽ VS ആവശ്യപ്പെട്ടാൽ തുടർന്നും സഹായിക്കുമെന്ന് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി VK ശശിധരൻ പറഞ്ഞു. സ്റ്റാഫിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് 3 വിശ്വസ്തരും VSന് കത്ത് നൽകും. 3 മാസത്തിനു ശേഷം സംസ്ഥാന നേതൃയോഗത്തിന് VS എത്തിയപ്പോൾ കൂടെ സുരേഷ് ഉണ്ടായിരുന്നില്ല. ഔദ്യോഗികമായി പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് ഒഴിവാകുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മൂവരും. അഴിമതിക്കെതിരായ പോരാട്ടങ്ങളിൽ നിന്ന് VSനെ പിന്തിരിപ്പിക്കാനാകില്ലെന്ന് S. സുരേഷ് പറഞ്ഞു. പുന്നപ്ര വയലാറിന്റെ അഗ്നിസൂര്യത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു ഉദയസൂര്യനാണ് സഖാവ് VS. ആ VSനെ ഇത്തരം പാഴ്മുറങ്ങൾ കൊണ്ടൊക്കെ മറച്ചു കഴിഞ്ഞാൽ VSന്റെ പോരാട്ടം അല്ലെങ്കിൽ VSന്റെ ഈ പോരാട്ട വീര്യം കെടുത്താമെന്ന് ആരെങ്കിലും മോഹിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ. പാർട്ടിക്കെതിരെ ഒരു കാലത്തും പ്രവർത്തിച്ചിട്ടില്ലെന്നായിരുന്നു VK ശശിധരന്റെ പ്രതികരണം. കൺട്രോൾ കമ്മീഷൻ സ്വതന്ത്ര ഏജൻസി അല്ലാത്തതിനാൽ പരാതി നൽകുന്നില്ല. കോർഡിനേഷൻ ഒരു ഭാഗത്തു നിന്ന് വേണം. ആ കോർഡിനേഷൻ ഞാൻ ചെയ്തിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കേസ് വാദിക്കുന്നത് വക്കീലല്ലേ. സ്ഥാനമൊഴിയാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് തന്നെ VSന് കത്ത് നൽകാനുള്ള ഒരുക്കത്തിലാണ് 3 വിശ്വസ്തരും. കേന്ദ്ര നേതൃത്വത്തെ ധിക്കരിച്ച് മറിച്ചൊരു നിലപാട് VS സ്വീകരിക്കുമെന്ന് ആരും കരുതുന്നുമില്ല. ക്രിമിനൽ കേസുകളിൽ പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്നതിനൊപ്പം ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരവും നൽകണമെന്ന് സുപ്രീം കോടതി. മഹാരാഷ്ട്രയിൽ നിന്നുള്ള അപ്പീൽ പരിഗണിച്ചുകൊണ്ടാണ് ഉത്തരവ്. ക്രിമിനൽ ചട്ടം 357 പ്രകാരം കോടതികൾക്ക് ഇതിന് അധികാരമുണ്ടെന്നും പലപ്പോഴും ഇത് പാലിക്കപ്പെടുന്നില്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ക്രിമിനൽ നടപടി ചട്ടപ്രകാരം ഏത് കുറ്റകൃത്യത്തിനും ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകണം. ഇതിനായി വിചാരണവേളയിൽ തന്നെ പ്രതികളുടെ സാമ്പത്തിക ശേഷിയെക്കുറിച്ച് അന്വേഷിക്കണം. പ്രതികളുടെ സാമ്പത്തിക സ്ഥിതിയും കുറ്റകൃത്യത്തിന്റെ സ്വഭാവവും പരിഗണിച്ചായിരിക്കണം നഷ്ടപരിഹാരം നിശ്ചയിക്കേണ്ടതെന്നും ജസ്റ്റിസ് TS ചാക്കൂർ അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു. ചില പ്രത്യേക കേസുകളിൽ നഷ്ടപരിഹാരം നൽകാനോ നിഷേധിക്കാനോ ഉള്ള വിവേചന അധികാരം കോടതികൾക്കുണ്ടായിരിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. നഷ്ടപരിഹാരം സംബന്ധിച്ച് എല്ലാ ഹൈക്കോടതികൾക്കും സുപ്രീംകോടതി പ്രത്യേക നിർദ്ദേശം നൽകുമെന്നും ഇരകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള നടപടികൾ ശക്തമാക്കുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി.
കൊച്ചിയിലെ പ്രത്യേക സാമ്പത്തിക മേഖലയുടെ മറവിൽ 90 കോടിയുടെ സ്വർണ്ണക്കടത്ത് നടത്തിയ രാജേഷ് എക്സ്പോർട്ട് എന്ന കമ്പനിക്കെതിരെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് കേസെടുത്തു. സ്വർണം ഇറക്കുമതി ചെയ്ത് ആഭരണങ്ങളാക്കി കയറ്റുമതി ചെയ്യാൻ മാത്രം ലൈസൻസുള്ള ഈ കമ്പനി കൊച്ചി ശാഖ വഴി സ്വർണം ആഭ്യന്തര വിപണിയിൽ വിറ്റഴിച്ചതായി DRA കണ്ടെത്തി. പരിശോധനയ്ക്ക് ശേഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഇറക്കുമതിക്കാരായ കമ്പനിയുടെ കൊച്ചിയിലെ ശാഖ അടച്ചുപൂട്ടി. ഖനികളിൽ നിന്ന് നേരിട്ട് സ്വർണം ഇറക്കുമതി ചെയ്യാൻ ലൈസൻസുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഇറക്കുമതിക്കാരായ രാജേഷ് എക്സ്പോർട്ട് ലിമിറ്റഡ് എന്ന കമ്പനി 90 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ് കണ്ടെത്തിയത്. കൊച്ചിയിലെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്നതിനാൽ വൻതോതിൽ സ്വർണം ഇറക്കുമതി ചെയ്യാൻ കമ്പനിക്ക് നികുതി നൽകേണ്ടതില്ല. ഇങ്ങനെ ഇറക്കുമതി ചെയ്യാൻ സ്വർണം ആഭരണങ്ങളാക്കി കയറ്റുമതി ചെയ്യാൻ മാത്രം ലൈസൻസുള്ള രാജേഷ് എക്സ്പോർട്സ് നികുതി വെട്ടിപ്പ് നടത്തി സ്വർണം ആഭ്യന്തര വിപണിയിൽ വിറ്റഴിച്ചതായാണ് കണ്ടെത്തൽ. സെസ് നിയമങ്ങളുടെ മറവിലായിരുന്നു തട്ടിപ്പ്. സംഭവത്തിൽ രാജേഷ് എക്സ്പോർട്സിന്റെ മലയാളിയായ ജനറൽ മാനേജർ ഉൾപ്പെടെ 2 പേരെ DRI അറസ്റ്റ് ചെയ്തു. പ്രതിമാസം 3.5 ടൺ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന കമ്പനി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ച പുതിയ സ്റ്റോക്കായ 850 കിലോ സ്വർണം DRI പിടിച്ചെടുത്തിട്ടുണ്ട്. ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ മാസം 30-ന് കമ്പനിയുടെ കൊച്ചി ശാഖ അടച്ചുപൂട്ടണമെന്ന് കേന്ദ്രം ഉത്തരവിട്ടിരുന്നു. എന്നാൽ കമ്പനി തുടർന്നും പ്രവർത്തിച്ചതിനാലാണ് DRI നടപടി. ബാംഗ്ലൂർ ആസ്ഥാനമായി രാജേഷ് എക്സ്പോർട്സ് പ്രതിവർഷം 20,000 കോടിയുടെ വിറ്റുവരവുള്ള സ്ഥാപനമാണ്. കേസിൽ കമ്പനി ചെയർമാൻ രാജേഷ് ഷെട്ടിയെ DRI ചോദ്യം ചെയ്യും. ഒളിവിൽ പോയ MD പ്രശാന്ത് ഷെട്ടിക്കായി DRI തിരച്ചിൽ തുടങ്ങി. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കുള്ള സാധ്യത തള്ളിക്കളയുന്നില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. താൻ ന്യൂനപക്ഷ പ്രതിനിധിയല്ലെന്നും കോൺഗ്രസിന്റെ പ്രതിനിധിയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ഒരു സ്ഥാനത്തിന്റെ കാര്യം അവിടെ ഓപ്പണാണ്. അതിനൊരു പരിഹാരം ഉണ്ടായേ മതിയാക്കും. ആ സമയത്ത് ഏതെങ്കിലും നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നാൽ അത് അതാത് പാർട്ടിക്കാർ, കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വമൊക്കെയാണ് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് എപ്പോൾ വേണമെങ്കിലും മന്ത്രിസഭയിൽ അംഗമാകാമെന്ന മുൻനിലപാട് മുഖ്യമന്ത്രി ആവർത്തിച്ചു. NSS ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടിയും നൽകി. ഞാൻ ഏതായാലും ന്യൂനപക്ഷത്തിന്റെ പ്രതിനിധിയല്ല, ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. ഞാൻ പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷെ ആർക്കും എന്നെ വിമർശിക്കാം. പക്ഷെ വിമർശിക്കുന്നവരോടൊന്നേ എനിക്ക് പറയാനുള്ളൂ, ഞാൻ എന്ത് ചെയ്തു. NSSന്റെ ആവശ്യങ്ങളൊന്നും അംഗീകരിച്ചില്ല എന്ന ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ വിമർശനത്തോടും മുഖ്യമന്ത്രി പ്രതികരിച്ചു. എന്റെ ശ്രദ്ധപ്പെടുത്തിയിട്ട് ഞാൻ ചെയ്യാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. ഞാനത് അത് പരിശോധിച്ചിട്ട് ആ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ ഞാനത് തുറന്ന് സമ്മതിക്കാൻ തയ്യാറാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയില്ല എന്നത് തന്റെ ദൗർബല്യമാണെന്ന് ഉമ്മൻചാണ്ടി തുറന്നു പറഞ്ഞു. വിമർശിക്കുന്നവരുമായി ഏറ്റുമുട്ടി സ്വന്തം പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ ശ്രമിക്കാറില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. PDP ചെയർമാൻ അബ്ദുൽ നാസർ മഅദനി അധ്യക്ഷനായി അൽ അൻവർ ജസ്റ്റിസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടന രൂപവൽക്കരിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ ഇസ്ലാം മത പണ്ഡിതരും വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളും ചേർന്ന് രൂപം കൊടുത്തതാണ് ഈ സംഘടന. ജീവിതക്ലേശങ്ങളും നീതിനിഷേധങ്ങളും അനുഭവിക്കുന്ന മുഴുവൻ കേരളീയരെയും സഹായിക്കാനും മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിനുമായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ നാസർ മഅദനിയാണെങ്കിലും അദ്ദേഹത്തിന്റെ ജയിൽ മോചനത്തിനായി സംഘടന പ്രവർത്തിക്കില്ലെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. മദ്യം, മയക്കുമരുന്ന്, മൈസൂർ കല്യാണം, നിർധനരായവർക്ക് വിദ്യാഭ്യാസ സഹായം നൽകുക, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ആരോഗ്യപരിപാലനം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയാണ് പ്രധാന പ്രവർത്തന മേഖല. സൗദിയിൽ നിന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചെത്തുന്നവർക്കായി സഹായം നൽകും. നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് നീതി ലഭ്യമാക്കാനുള്ള പരിപാടികൾ ആവിഷ്കരിക്കുമെന്നും അവർ പറഞ്ഞു. കൊല്ലത്ത് അൻവാർശേരിയിൽ നടന്ന പ്രവർത്തക കൂട്ടായ്മയിൽ 19 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയും 41 അംഗ വർക്കിംഗ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. എറണാകുളം കലൂരിലാണ് സംസ്ഥാന കമ്മിറ്റി ഓഫീസ്. അബ്ദുൽ നാസർ മഅദനിയുടെ മകൻ ഉമർ മുഖ്താർ അസിസ്റ്റന്റ് സെക്രട്ടറിയായതിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവരുന്നുവെന്ന പ്രത്യേകതയും ഈ സംഘടനയ്ക്കുണ്ട്. ഭാരവാഹികളായ സയ്യിദ് PMSA ആറ്റുകോയത്തങ്ങൾ, സയ്യിദ് മുഹമ്മദ്, ചേലക്കുളം അബ്ദുൽ ഹമീദ് മൗലവി, അഡ്വക്കേറ്റ് നജീബ് ആലപ്പുഴ, ഉമർ മുഖ്താർ, TM നസീർ തുടങ്ങിയ പ്രമുഖർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്.
സൗദി തൊഴിൽ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും പ്രഖ്യാപിച്ച ഇളവിൽ ഏറ്റവും ആശ്വാസമാകുന്നത് കേന്ദ്രമന്ത്രി വയലാർ രവി ചർച്ച ചെയ്യാത്ത ഹുറൂബുകാർക്ക്. സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവ് നൽകിയ 3 മാസ സമയപരിധിക്കകം രേഖകൾ നിയമപരമാക്കുന്നതിനായി മന്ത്രാലയങ്ങൾ മെയ് 10 പ്രഖ്യാപിച്ച 2ാം ഘട്ട ഇളവിൽ ഏറ്റവും ഗുണം ലഭിക്കുക ഹുറൂബ് കെണിയിൽ കുടുങ്ങിയവർക്കാണ്. ഇവരുടെ കാര്യം പഴങ്കഥയാണെന്നും ഈ വിഷയമൊന്നും മന്ത്രിതല കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നുമാണ് കേന്ദ്ര പ്രവാസി മന്ത്രി വയലാർ രവി ജിദ്ദയിൽ ഏപ്രിൽ 28 പറഞ്ഞത്. സൗദി തൊഴിൽ മന്ത്രി ആദിൽ ഫക്കീഹുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം വയലാർ രവിയും വിദേശ സഹമന്ത്രി ഇ അഹമ്മദും എംബസിയിലെയും കോൺസുലേറ്റിലെയും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഇദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇവരുടെ കാര്യം പഴങ്കഥയാണെന്നും ഈ വിഷയമൊന്നും മന്ത്രിതല കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നുമാണ് കേന്ദ്ര പ്രവാസി മന്ത്രി വയലാർ രവി ജിദ്ദയിൽ ഏപ്രിൽ 28 പറഞ്ഞത്. സൗദി തൊഴിൽ മന്ത്രി ആദിൽ ഫക്കീഹുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം വയലാർ രവിയും വിദേശ സഹമന്ത്രി ഇ അഹമ്മദും എംബസിയിലെയും കോൺസുലേറ്റിലെയും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഹുറൂബുകാർക്ക് കടുത്ത നിരാശയുണ്ടാക്കുന്നതായി മന്ത്രിതല സന്ദർശനവും മന്ത്രിയുടെ പ്രഖ്യാപനവുമെന്ന് പിറ്റേ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹുറൂബുകാരുടെ പ്രശ്നം പഴയതാണെന്നും മുമ്പും താൻ പലതവണ സൗദിയിൽ വന്നപ്പോഴും ഹുറൂബുകാരുടെ പ്രശ്നം ഉന്നയിക്കപ്പെട്ടതാണെന്നും അതിന് മുൻഗണന നൽകി ചർച്ച ചെയ്യേണ്ടതില്ലെന്നും അന്ന് തന്നെ ഓപ്പൺ ഫോറത്തിലും മന്ത്രി പറഞ്ഞിരുന്നു. അതേസമയം സർക്കാരിന്റെ പത്രാസുകളൊന്നുമില്ലാതെ പ്രവാസികളുടെ വിഷയത്തിനു വേണ്ടി ആദ്യമായി മക്ക ഗവർണർ ഖാലിദ് ബിൻ ഫൈസൽ രാജകുമാരനുമായും തൊഴിൽകാര്യ അണ്ടർ സെക്രട്ടറി അഹമ്മദ് അൽ ഹുമൈദാനുമായും ചർച്ച നടത്തിയ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉന്നയിച്ച പ്രധാന വിഷയം ഹുറൂബുകാരുടേതാണ്. എന്നാൽ 2ാം ഘട്ട ഇളവുകൾ കൂടി സൗദി സർക്കാർ പ്രഖ്യാപിച്ചതോടെ സൗദിയിലെ എല്ലാ ആശങ്കകൾക്കും പരിഹാരമായതിൽ സന്തോഷമുണ്ടെന്ന് പ്രതികരിച്ച വയലാർ രവി നേട്ടങ്ങളുടെ പിന്നിൽ മന്ത്രിതല സന്ദർശനമാണെന്നും അവകാശപ്പെടുകയായിരുന്നു. സ്പോൺസറുടെ കീഴിൽ നിന്നും ഒളിച്ചോടിയും വിസ തട്ടിപ്പിന് ഇരയായും ഹുറൂബാക്കപ്പെട്ട ആയിരക്കണക്കിന് പ്രവാസികൾക്കാണ് ഇളവ് ആശ്വാസമാകുന്നത്. വർഷങ്ങളായി മലയാളികൾ അടക്കമുള്ള ഹുറൂബീരകളും വിവിധ സംഘടനകളും ഇവരുടെ മോചനത്തിന് നടപടി വേണമെന്ന് ആവശ്യമുന്നയിക്കുകയായിരുന്നു. സൗദി തൊഴിൽ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും തൊഴിൽ നിയമലംഘകർക്ക് വൻ ഇളവുകൾ അനുവദിച്ചുവെന്ന ആശ്വാസത്തിൽ കുടുങ്ങി രേഖകൾ ശരിയാക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് പ്രശ്നം രൂക്ഷമാക്കും. സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവ് നേരത്തെ പ്രഖ്യാപിച്ച 3 മാസ സമയപരിധിക്കകം രേഖകൾ ശരിയാക്കുന്നതിന് മാത്രമാണ് ഇരു മന്ത്രാലയങ്ങളും കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൊഴിൽ നിയമലംഘകർക്ക് അതേപടി തുടരാൻ ഒരു ഇളവും സൗദി ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് പ്രധാനമാണ്. ഇന്നത്തെ സ്വർണ്ണവിലയിൽ തുടർച്ചയായ 2ാം ദിവസവും മാറ്റമില്ലാതെ തുടരുന്നു. ശനിയാഴ്ച പവന് 120 രൂപ കുറഞ്ഞ് 20,480 രൂപയായ വില ഇന്നും മാറ്റമില്ലാതെ തുടരുകയാണ്. 2,560 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ കർമ്മമുതിർത്തു കനൽപദമിൽ ജയവേറിയിടും സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ കർമ്മമുതിർത്തു കനൽപദമിൽ ജയവേറിയിടും സംഗമിതാ. ഉന്നത ലക്ഷ്യത്തിൻ ശിഖരങ്ങളിലുമ്മത്തിൻ യശസേന്തി വസന്തത്തിൻ ഉഷസ്സുന്നുതിയായി ഹൃത്തിൽ മുറിയാത്ത പ്രവാഹങ്ങളിൽ ശ്രുതിയുയരും സംഗമിതാ സംഗമിതാ സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ കർമ്മമുതിർത്തു കനൽപദമിൽ ജയവേറിയിടും സംഗമിതാ. ധീരരാം ശ്രേഷ്ഠ സൂഫി വര്യരിൽ നിന്നു കയ്യേറ്റി ഈ ദീപം ജീവനേകിയും കാത്തുവണയാതെ ശീതക്കാറ്റിലും ശരവേഗം. ധീരരാം ശ്രേഷ്ഠ സൂഫി വര്യരിൽ നിന്നു കയ്യേറ്റി ഈ ദീപം ജീവനേകിയും കാത്തുവണയാതെ ശീതക്കാറ്റിലും ശരവേഗം. പ്രതിബന്ധത്തിൻ തിരമാലകളിൽ മുങ്ങിയതേയില്ല പ്രതിരോധത്തിൻ ശൈലങ്ങൾ തടയിട്ടു ഫലിച്ചില്ല. ഈ സുന്നി ആദർശവ്യൂഹം തുടരുന്ന പടയോട്ടമൂലം തട്ടാതെ ചീറും. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ.
കുരുവട്ടൂർ ഹിക്മത്ത് സുന്ന സൗദി നാഷണൽ കമ്മിറ്റി രൂപവൽക്കരിച്ചു. ഇന്നലെ നടന്ന ഓൺലൈൻ പ്രവർത്തക സംഗമത്തിലാണ് കമ്മിറ്റിക്ക് രൂപം നൽകിയത്. സെയ്ൻ തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷൻ ബീരാൻകുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സെയ്ൻ തങ്ങൾ പ്രസിഡന്റും അൻവർ കുരുവട്ടൂർ ജനറൽ സെക്രട്ടറിയും ഇസ്ഹാഖ് ഹാജി ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. സൗദിയിലെ വിവിധ പ്രവിശ്യകളിൽ നിന്ന് 3 അംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു. നസീർ സംഗമം, നൌഫൽ മുക്കം, അബൂ മിസ്ബാഹ് ഐക്കരപ്പടി, അൻവർ കുരുവട്ടൂർ, ഇസ്ഹാഖ് ഹാജി തുടങ്ങിയവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. സയ്യിദ് SN കത്തങ്ങൾ, അലി പുളിയക്കോട്, ത്വരീഖത്ത് അലി, അലി AR നഗർ, അസ്ലം ആലിന്തറ, ഹാറൂൻ കുരുവട്ടൂർ തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. സൗദി നാഷണൽ കമ്മിറ്റിക്ക് ഹാഫിൽ ഉസ്താദ് നിർദ്ദേശങ്ങൾ നൽകി. പ്രാർത്ഥന നിർവഹിച്ചു. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് ജനറൽ ബോഡി യോഗം 2013-2016 വർഷക്കാലത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. നൂറുൽ ഉലമ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ പ്രസിഡന്റും ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയും MN സിദ്ദീഖ് ഹാജി ട്രഷററുമായ പ്രവർത്തക സമിതിയെയാണ് കോഴിക്കോട് സമസ്ത സെന്ററിൽ സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന വാർഷിക ജനറൽ ബോഡി യോഗം തിരഞ്ഞെടുത്തത്. സയ്യിദ് അലി ബാഫഖി തങ്ങൾ, KP ഹംസ മുസ്ലിയാർ ചിത്താരി, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി വൈസ് പ്രസിഡന്റുമാർ, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, പ്രൊഫസർ KMA റഹീം, N അലി അബ്ദുള്ള സെക്രട്ടറിമാർ എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. PK അബൂബക്കർ മൗലവി, അബൂ ഹനീഫൽ ഫൈസി തെന്നല, VPM ഫൈസി വില്യാപ്പള്ളി, ഡോക്ടർ അബ്ദുൽ അസീസ് ഫൈസി, അഡ്വക്കേറ്റ് AK ഇസ്മായിൽ വഫ, സൈഫുദ്ദീൻ ഹാജി, C മുഹമ്മദ് ഫൈസി, അബ്ദുറഹ്മാൻ ഫൈസി, മാരായമംഗലം തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ സംസാരിച്ചു. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലെ മദ്രസ അധ്യാപകർക്ക് IMM സംഘടിപ്പിക്കുന്ന ദ്വിദിന ശില്പശാല നാളെ 10 മണിക്ക് കാരന്തൂർ മർക്കസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തുടങ്ങും. അധ്യാപക വ്യക്തിത്വം, ക്ലാസ് റൂം മാനേജ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ നേതൃത്വം നൽകുന്ന പരിശീലന പരിപാടിയിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് പ്രവേശനം. വിശദ വിവരങ്ങൾക്ക് 9947 878464 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മർക്കസ് യുനാനി മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ പുതുപ്പാടിയിൽ നടന്ന സൗജന്യ മെഗാ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് 3000-ലധികം പേർ പങ്കെടുത്തു. 12 വിഭാഗങ്ങളിലായി നടന്ന മെഡിക്കൽ സെഷനിൽ രോഗനിർണയം നടത്തിയ രോഗികൾക്ക് സൗജന്യ മരുന്ന് വിതരണവും ചെയ്തു. ക്യാമ്പ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപന കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് സുഹൈൽ സിദ്ദീഖി ഉദ്ഘാടനം ചെയ്തു. ആതുര സേവന രംഗത്ത് നന്മയിലധിഷ്ഠിതമായ മാർഗവും സേവനവുമാണ് മർക്കസ് നൽകുന്നത്. പ്രകൃതിയോടും പാരമ്പര്യത്തോടും താതാത്മ്യം പുലർത്തുന്ന യുനാനി വൈദ്യശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കാൻ മർക്കസ് നടത്തുന്ന ശ്രമങ്ങൾ അഭിനന്ദനീയമാണ്. മർക്കസ് സ്ഥാപിക്കുന്ന യുനാനി മെഡിക്കൽ കോളേജ് രാജ്യത്തിന് നൽകുന്ന മഹത്തായ ആതുര സംഭാവനയാണെന്നും സുഹൈൽ സിദ്ദീഖി അഭിപ്രായപ്പെട്ടു. MI ഷാനവാസ് MP, C മോയിൻകുട്ടി MLA, AK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, C മുഹമ്മദ് ഫൈസി, ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി, PC ഇബ്രാഹിം മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. U മുജീബ് ക്യാമ്പിന് നേതൃത്വം നൽകി. KMIC അഡ്മിൻ ഡോക്ടർ UK ഷെരീഫ് സ്വാഗതവും ഡോക്ടർ ഷാഹുൽ ഹമീദ് നന്ദിയും പറഞ്ഞു. ബായാർ പൊന്നങ്കളം മുജമ്മൗ സഖാഫത്തി സുന്നിയിൽ 10,000 സംബന്ധിക്കുന്ന മാസാന്ത സലാത്ത് മജ്ലിസ് ഈ മാസം 17-ന് മഗ്രിബ് നിസ്കാരാനന്തരം നടക്കും. അസയ്യിദ് അബ്ദുറഹ്മാൻ എംബിച്ചിക്കോയത്തങ്ങൾ അൽ ബുഖാരി സ്വലാത്ത് മജ്ലിസിന് നേതൃത്വം നൽകും. പ്രമുഖ പണ്ഡിതനും സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന ഉപാധ്യക്ഷനുമായ കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി മുഖ്യ പ്രഭാഷണം നടത്തും. ബായാർ അബ്ദുള്ള മുസ്ലിയാർ, BS അബ്ദുള്ള കുഞ്ഞി ഫൈസി, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, സുലൈമാൻ കരിവള്ളൂർ, മൂസ സഖാഫി കളത്തൂർ, സയ്യിദ് ഹബീബ് അഹദൽ തങ്ങൾ, അബ്ദുൽ ഖാദർ സഖാഫി മൊഗ്രാൽ, കന്തൽ സൂപ്പി മദനി തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ പ്രസംഗിക്കും. വായനയുടെ വിചാര വിപ്ലവം എന്ന ശീർഷകത്തിൽ നടക്കുന്ന SSF മുഖപത്രം റിസാല പ്രചാരണ ക്യാമ്പയിനിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് SSF മലപ്പുറം ജില്ലാ നേതൃസംഗമം വാദിസലാം ഓഡിറ്റോറിയത്തിൽ നടന്നു. സംഗമം സംസ്ഥാന പ്രവർത്തക സമിതി അംഗം K സൈനുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ട്രഷറർ VPM ഇസ്ഹാഖ് പദ്ധതി അവതരണം നടത്തി. സംഗമത്തിൽ ക്യാമ്പയിനിന്റെ ഭാഗമായി ജില്ലാ പ്രവർത്തക സമിതി അംഗങ്ങൾ റിസാലക്ക് വരിചേർന്നു. ഇതിന്റെ ചുവടുപിടിച്ച് സെക്ടർ IT അംഗങ്ങൾ ഈ മാസം 16-നകം വരിചേരൽ പൂർത്തീകരിക്കും. ജില്ലാ പ്രസിഡന്റ് A ശിഹാബുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. PK മുഹമ്മദ് ഷാഫി, CK അബ്ദുറഹ്മാൻ സഖാഫി, ദുൽഫുക്കാർ അലി സഖാഫി തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. കോട്ടക്കൽ സോൺ SYS ആദർശ സമ്മേളനം ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ കോട്ടക്കൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കും. SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സോൺ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ബാക്കിർ ഷിഹാബ് കുറ്റിപ്പുറം അധ്യക്ഷത വഹിക്കും. ജില്ലാ വൈസ് പ്രസിഡന്റ് അലവി സഖാഫി കൊളത്തൂർ, നൌഷാദ് ഹസനി ഒതുക്കുങ്ങൽ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തും. സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി, അബ്ദുൽ കരീം ബാക്കവി കുരിയാട്, ബാവ മുസ്ലിയാർ ക്ലാരി തുടങ്ങിയവർ സംബന്ധിക്കും.
മുന്നിയൂർ ചിനക്കലിൽ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് മലർമദീന ബുർദ മജ്ലിസ് നടക്കും. അബ്ദുസമദ് അമാനി പട്ടുവം, നബീൽ ബാംഗ്ലൂർ, ഷുക്കൂർ ഇർഫാനി ചെമ്പരിക്ക തുടങ്ങിയവർ സംബന്ധിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ്, നൂറുൽ ഉലമയും ഖമറുൽ ഉലമയും പുതിയ സാരഥികൾ. കൊച്ചിയിലെ പ്രത്യേക സാമ്പത്തിക മേഖലയുടെ മറവിൽ 90 കോടിയുടെ സ്വർണ്ണക്കടത്ത് നടത്തിയ രാജേഷ് എക്സ്പോർട്ട് കമ്പനിക്കെതിരെ കേസെടുത്തു. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കുള്ള സാധ്യത തള്ളിക്കളയുന്നില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കുരുവട്ടൂർ ഹിക്മത്തുസുന്ന സൗദി നാഷണൽ കമ്മിറ്റി രൂപവൽക്കരിച്ചു. മകൻ അസിസ്റ്റന്റ് സെക്രട്ടറി, നീതി തേടുന്നവരെ സഹായിക്കാൻ അബ്ദുൽ നാസർ മഅദനി അധ്യക്ഷനായി പുതിയ സംഘടന. 3 പേരെ പുറത്താക്കി VSന്റെ പോരാട്ടം അവസാനിപ്പിക്കാമെന്ന് കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് VSന്റെ വിശ്വസ്തർ. ഇതോടെ KMAC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMAC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം kmacnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com, www.sunnyonlineclass.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.